കടച്ചക്കയും മീനും ഈ രണ്ട് കോമ്പിനേഷൻ, അതായത് നമുക്ക് ലഞ്ചായിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള എന്തൊക്കെ ഗുണം കിട്ടും. ഇത് കടച്ചക്ക എന്ന് പറഞ്ഞാൽ വെറും കാർബോഹൈഡ്രേറ്റാണ്. ഇത് കുറച്ച് വൈറ്റമിൻ സിയും അങ്ങനെ കുറച്ച് ചെറിയതായിട്ടുള്ളൂ, പക്ഷേ മെയിൻ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ കാർബ്സിൻ്റെ കോമ്പിനേഷനാണ് എപ്പോഴും നമ്മുടെ ഒരു ഹെൽത്തി മീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് മീലും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ലഞ്ചായിട്ട് കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചോറും മീൻ കറിയും പറയില്ലേ, പക്ഷേ അതിൽ ചോറിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പോൾ ചോറിന് പകരം നമുക്ക് കടച്ചക്ക ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കടച്ചക്ക ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ കടച്ചക്ക കഴിക്കാം. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണില്ല, ഡയബറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ കടച്ചക്ക ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷേ നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് തോന്നിയ പോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ കടച്ചക്ക ഇങ്ങനെ കഴിക്കാം, അതായത് ഫിഷും കടച്ചക്കയും കൂടെ കോമ്പിനേഷനിൽ കഴിക്കാം.